നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഇന്ന് ദോശ കഴിച്ചാൽ നാളെ നമുക്ക് വേണമെങ്കിൽ പുട്ട് കഴിക്കാം, അപ്പം കഴിക്കാം. പണ്ട് കേരളത്തിലെ ആൾക്കാരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. മസാലയും പൊടികളും ഒന്നുമില്ല, കട്ടിയമാവൊന്നുമില്ല. 3 നേരവും ചിലപ്പോൾ 2 നേരമേ കിട്ടുള്ളൂ, കഞ്ഞി മാത്രം, ചോറ് മാത്രം. അല്ല, ഇടക്കാലത്ത് അരി വരെ റേഷനായിരുന്നല്ലോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കുറച്ചേ അരി കിട്ടുള്ളൂ. ഞാനൊരു 200 വർഷം മുമ്പുള്ള കാര്യം അപ്പോഴത്തേക്ക് ഞാൻ ഈ ചില ഇത് പറഞ്ഞ ഈ തന്തവൈബുള്ള ആളുകളടുത്ത് പണ്ട് സംസാരിച്ചപ്പോൾ അവർ പറയാം, പണ്ട് അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തി ആവുമ്പോഴത്തേക്കും അതിലുള്ള കാൽഷ്യമും കൂടെ ശരീരത്തിൽ പോകുമായിരുന്നു. അതുകൊണ്ടാണ് അന്നുള്ള ആളുകൾക്ക് ശക്തിയുള്ളത്. ഇപ്പോഴത്തെ പിള്ളേർ മിക്സിയിലരച്ച ചമ്മന്തിക്ക് എന്താണ് ഗുണം? അന്ന് ഈ അമ്മിക്കല്ലിലുള്ള കാൽഷ്യം, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളത് എനിക്കറിയാം. എന്നാലും കാൽഷ്യം വരുന്നെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, കാൽഷ്യം സോസ്. ഇന്നത്തെ പോലെ പാല് കിട്ടൂല, അതുപോലത്തെ ഉള്ളതൊന്നും കിട്ടാത്തൊരു കാലമായിരുന്നു. ഇപ്പം ഇനി അഥവാ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ടാബ്ലറ്റുകളെല്ലാം റെഡി ആയിട്ട് അവൈലബിൾ ആണ്. ഈ ഇത്രയും പോയിന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് കാലമായിരുന്നു നല്ലത്, ഇപ്പം എല്ലാം മോശമായിരുന്നു എന്നുള്ളതിന് പൊതുവായിട്ട് പറഞ്ഞാണ്. അത് ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിലും വെൽഫെയറിൻ്റെ കാര്യമാണെങ്കിലും ജീവിത സൗകര്യങ്ങളുടെ കാര്യമാണെങ്കിലും ഇതെല്ലാം ഇപ്പോഴത്തെ ഈ 1950s ശേഷമുള്ള കാലത്തായിരുന്നു. അല്ല, ഇതിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളെക്കാട്ടിയും കൂടുതൽ സൗകര്യങ്ങൾ നാളെ നമ്മുടെ അടുത്ത തലമുറകൾക്ക് ലഭിക്കും. അങ്ങനെ തന്നെയാണ് വേണ്ടതും. അല്ലാതെ പിന്നോട്ട് നോക്കിയാൽ ഇരുന്നിട്ട് കാര്യമില്ല. സ്വാമി വിവേകാനന്ദൻ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഭൂതകാലത്തേക്ക് നോക്കുക, ഭൂതകാലത്ത് നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് നടക്കാനും കൂടെ പറഞ്ഞിരുന്നു. ഭൂതകാലത്ത് നോക്കി നന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല.